ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ഓണ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? നമ്മുടെ ചാനലിലും ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ 2 പച്ചടികൾ ചെയ്തിരുന്നു. പച്ചടികളെന്നോ കിച്ചടികളെന്നോ വിളിക്കാമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും അത് പച്ചടിയെന്നും കിച്ചടിയെന്നും ഒരേ റെസിപ്പി തന്നെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാനും പച്ചടിയും തന്നെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ക്യാമറാമാൻ്റെ അവൈലബിലിറ്റി ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായ പോരായ്മകൾ ഇന്ന് വീഡിയോയിലുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സദ്യ സ്പെഷ്യൽ അവിയലാണ്. നമ്മുടേതായ രീതിയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണക്കാരാണ്, അതിൻ്റേതായ രീതിയിലുള്ള റെസിപ്പികളാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിൽ എപ്പോഴും ഞാൻ ഈസി കോസി ആയിട്ടുള്ള റെസിപ്പികളാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ ഈ ഓണം സദ്യ വിഭവങ്ങളും ചെയ്യുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കഴിഞ്ഞ വീഡിയോയ്ക്ക് കുറച്ച് വ്യൂസ് ഉണ്ട്, അതേ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ലൈക്കും കമൻറ്റും നിങ്ങൾ മറക്കരുത്. ഞാൻ പറഞ്ഞു, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ലൈക്കും കമൻറ്റും. എല്ലാവരും പറയും ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന്, പക്ഷേ ലൈക്ക് മാത്രമല്ല, ലൈക്കിനെ പോലെ തന്നെ നമുക്ക് കമൻറ്റും നമ്മുടെ വീഡിയോകൾക്ക് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഷോപ്പിൽ നിന്ന് വന്ന് രാത്രിയൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓണം സദ്യ വിഭവങ്ങളിൽ ഇന്നത്തെ നമ്മളുടെ താരം അവിയലാണ്. സദ്യ സ്പെഷ്യൽ അവിയലാണ്. അതിലേക്കായിട്ട് നമ്മൾ നല്ല ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരെണ്ണം എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഒരു വഴുതനങ്ങ എടുത്തു, പിന്നെ ഒരു കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പടവലങ്ങയുടെ ചെറിയ പീസ്, എല്ലാം കുറച്ചേ എടുക്കുന്നുള്ളൂ. തടിയങ്കായുടെ ചെറിയ പീസ്, ഒരു വെള്ളരിയുടെ ചെറിയ പീസ്. ഞാൻ ഇവിടെ അമരപ്പയറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അച്ചിങ്ങ പയറുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഒരു മുരിങ്ങയ്ക്കയുടെ പകുതി എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക്, ഒരു എരിവിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത്രയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റായിട്ടും വേണ്ട ഒരു ഐറ്റമായിരുന്നു ചേന. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് നോക്കിയപ്പോഴാണ് ചേന ഇല്ല എന്നുള്ളത് ശ്രദ്ധിച്ചത്. നിങ്ങൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ സദ്യ സ്പെഷ്യൽ അവിയലിന് ചേന മസ്റ്റായിട്ടും എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്കിതെല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ പച്ചക്കറികളെല്ലാം ചെറിയ പീസുകളായിട്ട് കനം കുറഞ്ഞാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഒരു ചട്ടി വെച്ച് കൊടുക്കാം. നമ്മളിത് നാടൻ റെസിപ്പി ആയതുകൊണ്ട് ചട്ടിയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് നമ്മുടെ പച്ചക്കറികളെല്ലാം തട്ടിയിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, അതായത് നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണയാണ്. നമ്മളിതിലേക്ക് മൊത്തവും 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അതിൽ 1/2 സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. ഈ പച്ചക്കറികൾ തമ്മിൽ ഒട്ടി പിടിക്കാതെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെ 1/2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതിയാണ് എടുത്തത്. അതിലേക്കൊരു 3-4 കാന്താരി മുളകാണ് ഞാൻ ചേർത്തത്. പിന്നെ കൊച്ചുള്ളി ഒരു 5-6 എണ്ണം ചേർത്തു. സദ്യ സ്പെഷ്യൽ റെസിപ്പിയിൽ വെളുത്തുള്ളി ചേർക്കാറില്ല. വേണമെങ്കിൽ 2 ഇതൾ വെളുത്തുള്ളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതിനെ നല്ല വൃത്തിക്കൊന്ന് മിക്സ് ചെയ്ത്, ഇത് പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. തൈര് ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ പച്ചക്കറി അരിയുന്ന സമയത്ത് ഒരു 1/2 മുറി മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് നല്ല വൃത്തിയായിട്ടത് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത ശേഷം നമ്മൾ ബാക്കി 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത്
ഒന്ന് അതിനെ ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ആ വെളിച്ചെണ്ണയുടെ പച്ച മണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് തുറന്നെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സദ്യ സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.